ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പം ഇങ്ങനെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലമായി. കാരണം ഈ 30 days ഫിറ്റ്നസ് ചാലഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയായിരുന്നല്ലോ, രാവിലെ എണീക്കുന്നു, Day 1, Day 2, Day 3, Day 4, Day 29, Day 30 എന്ന് പറഞ്ഞിട്ടങ്ങ് പോയായിരുന്നല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വിളിച്ച് ഹലോ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ മിസ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നലെ കൂടെ വീടിട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് മിസ് ചെയ്യാനായിരുന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നമ്മൾ വന്നേക്കുന്നത്, ഇപ്പം ഞാൻ കറൻറ്റായിട്ട് ഞാൻ എവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇടുന്നൊരു മേക്കപ്പ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മേക്കപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, ഞാൻ തന്നെ എന്താ പറയുക, ഞാനിങ്ങനെ ചുമ്മാ ഒരു ദിവസം ഇട്ട് നോക്കിയ സമയത്ത് ഐ ഷാഡോ ഒക്കെ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ആണെങ്കിൽ ഞാനാണെങ്കിൽ കൊള്ളാനോ, നീ ഒരു പിടിക്കാനുള്ളതാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ പുറത്തുള്ള സമയത്തൊക്കെ മിക്ക സമയത്തും അങ്ങനെ തന്നെയാണ് ഞാൻ മേക്കപ്പ് ഇടാറുള്ളത്. ഓവറൊന്നും അല്ല കേട്ടോ, ഒരു ഭയങ്കര നോർമൽ, ഭയങ്കര രസമുള്ളൊരു മേക്കപ്പ് എനിക്ക് രസമായിട്ട് തോന്നി അങ്ങനെ. അപ്പോൾ ആണെങ്കിൽ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ സമയത്തുണ്ടോ, എൻ്റെ ഇവിടെ ഒരു ചക്കക്കുരു വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും മുഖത്തിട്ടിട്ടില്ല. ഇങ്ങനെയാണ് എൻ്റെ ബെയർ ഫേസ്. ഇതെൻ്റെ കുരുവൊക്കെ കാണാം. ഇവിടെ എനിക്കിങ്ങനെ കുറച്ച് ബ്ലാക്ക് ഡോട്ട്സ് ഉള്ളതാണ്. ഒരു ചക്കക്കുരു ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. എന്താണ് ഗൈസ്, ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ വരും. ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാജുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഗ്രാജുവേഷൻ പ്രമാണിച്ച് വന്ന ഐറ്റമാണ് ഇത് കണ്ടോ. എനിക്ക് ചക്കക്കുരു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ നമ്മുടെ നിഹാദ് എന്ന് പറയുന്ന തൊപ്പി ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ, ചക്കക്കുരു എന്ന് പറയുന്ന സമയത്ത്. അത് ഞാനിവിടെ എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് ഓർമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം, സൺസ്ക്രീൻ ഇടണം, അതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറായി നമ്മുടെ സെറ്റഫിലും നമ്മുടെ സൺസ്ക്രീനായി നമ്മുടെ സൺകോട്ടിൻ്റെ ഈ സാധനങ്ങളും ഇടാം. ഇതിട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഫുൾ ഇട്ട് കഴിഞ്ഞു. മൊത്തത്തിൽ മുഖം മൊത്തം ഒരു എണ്ണമായി ആയി. എനിക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എണ്ണമായി ആവും. ഇനി അടുത്ത ഞാൻ എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ലിപ്പ് ഓയിൽ ഉണ്ടല്ലോ, നറിഷിങ് ഗ്ലോസ് തന്നെയാണ്, ലിപ്പ് ഗ്ലോസ് പോലെ തന്നെയാണ് ഇത്, LA ഗേൾ ലിപ്പ് ഓയിൽ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷ്യൂർ വാനില ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പം ഞാൻ ഷെയ്ഡല്ല, സോറി, ഇതിൻ്റെ പേര്. അപ്പം ഞാൻ ഈ ലിപ്പ് ഓയിൽ എപ്പോഴും ആദ്യം എടുത്തിടും ചുണ്ടിൽ. ഒരു രസമാണ്. നമ്മൾ പണ്ടൊക്കെ ഞാൻ ഈ മാറ്റ് ലിപ്സ്റ്റിക്സ് ഒക്കെ അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെ എടുത്ത് ചുണ്ടിലിടുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ചുണ്ട് പൊട്ടുമായിരുന്നു. എനിക്ക് മിക്ക സമയത്ത് ചുണ്ട് പൊട്ടത്തൊന്നുമില്ല, പക്ഷെ എന്നാൽ ഇടയ്ക്കൊക്കെ എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഒരു ബ്രേക്കേജ് ഒക്കെ വരുമായിരുന്നു. അപ്പോൾ പിന്നെ ഇതിട്ട് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം ഞാൻ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇടുമ്പം ലിപ്സ്റ്റിക്കും കൂടി ഇടുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഇനി എനിക്ക് മാത്രം തോന്നണയാണ് എനിക്ക് ഭംഗിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ലിപ്പ് ഗ്ലോസ്, ലിപ്പ് ഓയിൽ എന്നാണ് ഇവർ എഴുതിയേക്കുന്നത്, നറിഷിങ് ഗ്ലോസ്, അതെടുത്തിടാം. ഓക്കെ, ഇത് ഞാൻ ചെറുതായിട്ട് റെഡ് കളറായി പോയതാണ് ലിപ്സ്റ്റിക് ഇട്ട സമയത്ത്. നമ്മളിട്ടു. ഇതിന് നല്ലൊരു മണമുണ്ട്, നല്ലൊരു എന്തിൻ്റെ മണം, ഒരു പെർഫ്യൂമിൻ്റെ എന്തോ ഒരു നല്ലൊരു മണമുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, നമ്മുടെ ലിപ്പ് ഓയിൽ ഇട്ടു. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് താഴേക്ക് നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റത്തില്ല, താഴേക്കൊരു ബോഡിക്കോൺ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇങ്ങനെ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് പെടിയിട്ടൊന്ന് കാണിക്കാൻ വയ്യ ഗൈസ്, ഞാൻ ലാസ്റ്റ് തന്നെ കാണിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് കൺസീലർ തുടങ്ങാം. എനിക്ക് പറയാനുള്ളത്, ഈ കൺസീലർ 50 Cafe ആണ് ഇതിൻ്റെ ഷെയ്ഡ്, 50 Cafe. പക്ഷേ ആക്ച്വലി ഇതെൻ്റെ ഷെയ്ഡിനെക്കാട്ടൊരു തരിക്ക് ഡാർക്കാണ്. എൻ്റെ ഷെയ്ഡ് ഇതിനെക്കാട്ടൊരു തരിക്ക് ലൈറ്റാണ്. ഈ മേബലിൻ്റെ തന്നെ മറ്റേ ടൈപ്പ് ഓഫ് കൺസീലർ ഉണ്ട്, അതിനകത്ത് ക്യാരമൽ ഷെയ്ഡായിരുന്നു എൻ്റെ കറക്റ്റ്. പക്ഷേ ഇത് ഞാൻ കടയിൽ പോയിട്ട് ആ എല്ലാ ലൈറ്റിൻ്റെ മുമ്പിൽ നിട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തോന്നി. പക്ഷേ വീട്ടിൽ വന്നിട്ട് നോർമൽ ലൈറ്റിൽ നോക്കിയ സമയത്ത് ഇതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇച്ചിരി കൂടെ ഡാർക്കാണ് എനിക്കിതെന്ന്. അപ്പം പക്ഷേ ഇതിപ്പോൾ നമ്മൾ വേറെ പോയി മേടിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇതന്നെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതും ഫൗണ്ടേഷനും കൂടെ ഇട്ട് കഴിയുമ്പം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതും ഫൗണ്ടേഷനും കൂടെ കറക്റ്റായിട്ട് എൻ്റെ ഷെയ്ഡായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ സ്വന്തം മേക്കപ്പ്. എന്തോരം ഡാർക്ക് സർക്കിൾസ് ആണോ എനിക്ക്, എൻ്റെ ദൈവമേ, ഇതൊക്കെ മാറ്റണം. ഈ കുരുക്കളൊക്കെ നമുക്കങ്ങ് മായ്ച്ചളയാം. നാച്ചുറൽ ബ്യൂട്ടി.
ഈ കുരുവാണ് പത്തറ്റിക്കോ? ആ കുരുവിൻ്റെ മുകളിൽ പരട്ടണോ? ഞാൻ ആലോചിക്കുക പരട്ടണം. പരട്ടിയേക്കാം, അതിന് വേണ്ട, ഇത്രയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് കൺസീലർ എന്താക്കാം? കൺസീലർ സ്കിൻ ഇങ്ങനെ ഡാബ് ചെയ്ത് ഇത് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അത് ചെയ്യാം. നമ്മൾ കൺസീലർ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാറ്റമൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം എൻ്റെ ഡാർക്ക് സർക്കിൾസ് കുറച്ചുകൂടെ കുറഞ്ഞു. എന്നാലും ധരിക്കണ്ട, ഇപ്പം ഈ സാധനം മൊത്തം എടുത്ത് കമത്തിയാലും എനിക്ക് തോന്നുന്നു എൻ്റെ ഡാർക്ക് സർക്കിൾസ് പിന്നെയും കാണുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, അത് മാറ്റാനുണ്ട്, എനിക്ക് റെഡിയാക്കാണ്ട്. പക്ഷെ ഇപ്പോൾ ഒത്തിരി ബെറ്റർ ആയില്ലേ? കണ്ടോ, ഇവിടുന്ന് നോക്കൂ, ഞാൻ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് കാണുന്നത്. നമ്മൾ അത്ര അടുത്തേക്ക് ഒരാളുടെ എടുത്ത് പോയി നിൽക്കണ്ട, കുറച്ച് ദൂരത്തു നിന്നൊക്കെ എന്നെ കണ്ടാൽ മതി. അപ്പം എന്തൊക്കെയാണോ ദൈവമേ ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും കൺസീലർ ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്താണ് ഫൗണ്ടേഷൻ. ഓക്കെ ഓക്കെ, ഫൗണ്ടേഷൻ. കർത്താവേ, നിങ്ങൾ ഓർക്കണ്ട എനിക്കെന്ത് പറ്റീന്. ഞാൻ ഇന്ന് കുറച്ച് ഹൈറ്റപ്പാണ് ഗൈസ്, എനിക്കറിയത്തില്ല എന്താണ്, ഞാൻ കുറച്ച് ഹൈറ്റപ്പാണ്. എന്തോ ഒരു സങ്കടം വരാതിരിക്കുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്ര സന്തോഷം. പൊതുവേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സമയങ്ങളിൽ എന്തെങ്കിലും കുത്തി അടിക്കണ പോലെ എന്തെങ്കിലും ഒരു സംഭവം നടക്കും. അങ്ങനെ ഞാൻ ഫുൾ സാഡായിട്ട് നിൽക്കും, സാഡായി കരച്ചിലായി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ല, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണല്ലോ നമ്മൾ നല്ല ജീവിതം നയിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നേറുക. അപ്പോൾ എൻ്റെ ഫിലോസഫി നിങ്ങൾക്ക് ബോറടിച്ചാലും സാരമില്ല, നിങ്ങൾ കേട്ടോ, ഞാൻ തേക്കട്ടെ. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പാലറ്റിലേക്ക് നമ്മൾ വരികയാണ്. ഐഷാഡോ, എൻ്റെ പിന്നെ കണ്ണിലെന്താ പോയ ഐഷാഡോ പാലറ്റിലേക്ക് നമ്മൾ വരികയാണ്. പക്ഷേ ലെൻസ് ഇടായിരുന്നു അല്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ കണ്ണിതാക്കിയപ്പോൾ ഞാൻ ഓർത്ത് ലെൻസ് ഇടായിരുന്നല്ലോ എന്ന്. ഇനിയിപ്പോൾ ലെൻസ് ഇട്ടിട്ട് കൈ മൊത്തം മേക്കപ്പ്, വെറുതെ ലെൻസ് ഇട്ടിട്ട് കണ്ണ് മൊത്തം ചുമന്ന് വെള്ളം വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ സ്വന്തം എങ്ങോട്ടൊക്കെയാണ് എന്താ ചെയ്യാൻ പോകുന്നത്, ഐഷാഡോ പാലറ്റിലേക്കാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ചൂസ് ചെയ്യാൻ പോകുന്ന കളറ് ഇതും കൂടെ മിക്സ് ചെയ്യും. അതാണ് ഈ ബ്രൗണും ഈ ഡാർക്ക് പിങ്ക് ആണോ എനിക്കറിയില്ല, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ അതിട്ട് നല്ല കളർ കിട്ടും. അതിൻ്റെ മുകളിൽ ഈ ഗ്ലിറ്റർ ഇടും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിരം ഐഷാഡോ മേക്കപ്പ്, ഐ മേക്കപ്പ്, സ്ഥിരം ഐ മേക്കപ്പാണത്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. ആ ബ്രൗണും ഇതും കൂടെ മിക്സ് ചെയ്യുന്നു, എന്നിട്ട് തേക്കുക. ഡാർക്കായിട്ടാണ് വരിക. ഐ ഫീൽ ലൈക്ക് ഞാനൊരു ഓൺ ദ ടാൻ സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ചേരും. അങ്ങനെ എടുത്ത് ഡാർക്കായിട്ട് നിൽക്കത്തില്ല, ബിക്കോസ് ഞാനൊരു ഇത്തിരി ഡാർക്കായിട്ടുള്ള പേഴ്സൺ ആണല്ലോ. അപ്പോൾ രണ്ട് കണ്ണിലും താഴെ ഇട്ടതുണ്ടോ? ഇനി നമുക്ക് ഈ ഗ്ലിറ്റർ ഇടാം. ഇതാണ് ഈ ബ്രൗൺ ഗ്ലിറ്റർ തന്നെ നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ 2 പ്രാവശ്യം തൊട്ടാൽ മതി, അപ്പോൾ ഇതിന് ഇത്രയും വരും ഉണ്ടോ. അത് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. അരേ വാ മാൻ, എന്നെ പൊക്കാൻ എനിക്ക് ആരുടെ ആവശ്യമില്ല, അതൊക്കെ ഞാൻ തന്നെ എന്നെ ട്രോളിക്കോളും. ഓക്കെ, അപ്പുറത്തെ കണ്ണിലും we are done. കൊഞ്ഞനം കുത്തിക്കൊണ്ട് നടന്നു കണ്ടോ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് എൻ്റെ ഐ മേക്കപ്പ്. ഓക്കെ, ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഐ ഷാഡോൻ്റെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഇതാണ്. ഇപ്പം ഈ ലൈറ്റ് കുറവായതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ. എനിക്ക് വേറൊരു ട്രൈപോഡ് മേടിക്കണം ആക്ച്വലി, മറ്റേ റിംഗ് ലൈറ്റ് ഉള്ളതാണ്. ഞാൻ മേടിച്ചിട്ടില്ല, അത് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതൊന്നുകൂടെ ചെയ്യും. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് തോന്നും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ മസ്കാരയിലേക്ക് കിടക്കാം. മസ്കാര, ഓക്കെ, മസ്കാര നമ്മളിന്ന് ഐലൈനർ തേക്കുന്നില്ല കേട്ടോ, ഐലൈനർ വേണ്ട എന്നോർത്തു ഞാൻ. നമുക്ക് മസ്കാര വെച്ചിട്ട് നമ്മുടെ ലാഷസ് ഒക്കെ നല്ല പോലെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. എന്തൊക്കെയാണോ എൻ്റെ കർത്താവേ. പിന്നെ നിങ്ങൾ പറ ഗൈസ്, നിങ്ങളുടെ വിശേഷം കേൾക്കട്ടെ. എൻ്റെ അയ്യോ, ഇത് കണ്ടോ
എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇത്, എനിക്ക് സത്യമായിട്ട് ഇഷ്ടമല്ല, സത്യം പറയട്ടെ. അപ്പോൾ പുല്ല്. ഓക്കെ, നിങ്ങൾ പറ, നിങ്ങളുടെ വിശേഷം പറയോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും എന്തെടുക്കുന്നു? എന്താണ് ഇപ്പോൾ ഒക്കെ പരിപാടി ദീസ് ഡേയ്സ്? അതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. ഇവിടെ എന്താ ഒരുമായി? ഓക്കെ. അപ്പോൾ നമ്മൾ മസ്കാര ഇട്ടു. ഇനി നമ്മൾ സട്ടിൽ മേക്കപ്പ് ആട്ടോ, നമ്മൾ ബ്ലഷ് ഒന്നും ഇടുന്നില്ല. ഹൈലൈറ്റർ വേണമെങ്കിൽ ഇടാം അല്ലേ? ഹൈലൈറ്റർ ഇടാം നമുക്ക്. ഹൈലൈറ്റർ എന്ത് ചെയ്യും? ഹൈലൈറ്റർ എവിടാ? ഹൈലൈറ്റർ. അപ്പം നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇടാം. ഇത് തീരാറായി, മേടിക്കണം പുതിയത്. ലിക്വിഡ് ഹൈലൈറ്റർ ആണ് കേട്ടോ, എനിക്ക് ലിക്വിഡ് ഹൈലൈറ്റർ ഇഷ്ടം പൗഡറിനെക്കാട്ടും. ഇവിടെ ജസ്റ്റ് കുറച്ച്, ഇവിടെ ജസ്റ്റ് കുറച്ച്, പിന്നെ കണ്ണിൻ്റെ ഇവിടെ കൂടെ കുറച്ച് ഇടാം. അപ്പോൾ നല്ല രസത്തിൽ നിൽക്കും. എന്തൊക്കെയാണോ ഈ ഗംഗച്ച് കാണിക്കണമെന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? അതാണോ നിങ്ങൾ ഓർക്കുന്നത്? അയ്യോ, ഇത് മതി, മൂക്കിലും കൊടുത്തേക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ദ ലിപ്സ്റ്റിക്. അയ്യോടെ മേക്കപ്പ് ആയോ? ഞാൻ വെച്ചാ അപ്പം അങ്ങനെ മേക്കപ്പ് ആയത്. ആരെങ്കിലും എന്നെ വന്നിപ്പോൾ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫുൾ മേക്കപ്പ് പൊടിയാവും. അതൊക്കെ നോർമലാ ഗായ്സ്. ഓക്കെ, അപ്പം നമുക്കിത് മാമ എർത്തിൻ്റെ ചേർപ്പി ചെറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. പക്ഷേ ഇത് നമ്മളിടുമ്പോൾ എപ്പോഴും ലിപ് ഗ്ലോസ് ലിപ് ബാം എന്തെങ്കിലും ഇട്ടിട്ട് ഇടുന്നതാണ് നല്ലത്. ബിക്കോസ് ഇത് കുറച്ച് ഡ്രൈ ആണ്, ഭയങ്കര മാറ്റാണ്. നമ്മളിട്ട് കഴിഞ്ഞാൽ പോകത്തില്ല. പക്ഷെ ഇതിപ്പോൾ ഇതിട്ടിട്ട് പോകുന്ന സമയത്ത് ചെറുതായിട്ട് പോവും. പക്ഷേ ഒരു ലിപ് ബാം വല്ലതും ഇട്ടിട്ട് ഇടുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇത് നമുക്ക് ചെയ്യാം. तेरा ही सवाल है. നമ്മൾ റെഡിയായി. ഈ 2 കമ്മലും കൂടെ ഇട്ടെ. എനിക്ക് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ വൂഫിനോട് കളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. വൂഫിനെടുത്ത് കൊച്ച് എൻ്റെ കുഞ്ഞാണോ എൻ്റെ പൊന്നാണോ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. അതെ, എൻ്റെ വൂഫി വരച്ച്. അപ്പോൾ എന്തായാലും എൻ്റെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, അയ്യോ ചുണ്ടിലല്ല. ഓക്കെ, ലിപ്സ്റ്റിക്ക് കണ്ടോ ഗ്ലോസി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര സട്ടിലായിട്ടുള്ള, ഭയങ്കര വെരി എന്താ പറയുക, ടോൺ ഡൗൺ. ഇതെന്ത് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറച്ച് ടോൺ ഡൗൺ ആയിട്ടുള്ള മേക്കപ്പാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. എനിക്കറിയാവുന്നത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ വിൽ ബി ബാക്ക് അഗൈൻ. ഞാൻ പിന്നെയും വരും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്ലീസ് ഡു. നിങ്ങൾക്ക് ഈ ചാലഞ്ചല്ല, നിങ്ങൾക്ക് ഈ ചാനലോ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. അതുപോലെ അതിപ്പോൾ പോകുന്ന സമയത്തൊന്ന് ബെല്ലൈക്കൺ അടിച്ചോളൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയണമല്ലോ ഞാൻ ഇടുന്നത്. അതറിയണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചോളൂ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ചാച്ചാ, ബൈ.